സമന്ത വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കപ്പയും മീൻകറിയും കഴിക്കാനുള്ള ഒരു കൊതിയാണ്. അപ്പോൾ മീൻകറി നമ്മളങ്ങനെ ഉണ്ടാക്കണമെന്നല്ല, ടേസ്റ്റി നിബിൾസിൻ്റെ അത് കിട്ടും, അത് മേടിക്കാമെന്ന് വെച്ചു. പിന്നെ കപ്പ നമ്മൾ ഇറയിന്ന് മേടിക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഇൻസ്റ്റകാർട്ടൊക്കെ ഓടുന്നു. പിന്നെ നല്ലൊരു അടിപൊളി വെതറാണ്. ലൈക്ക് മഴയായിരുന്നു, പക്ഷെ തീരെ തണുപ്പില്ല. അപ്പം ഇപ്പം മഴ പെയ്യണില്ല കേട്ടോ, പക്ഷെ ഇന്നൊരു മഴ വൈബ് ഡേ ആണ്, പക്ഷെ തീരെ തണുപ്പില്ല. അങ്ങനെ ഒരു കിടക്കാച്ചി ദിവസമാണ്. പിന്നെ ഞാനിപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, അതുകൊണ്ട് എൻ്റെ മുടി ഒരുമാതിരി ഇങ്ങനെ ഇരിക്കണം. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ കുറച്ച്, ഞാൻ അധികം അങ്ങനെ ട്രൈ ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഞാൻ കുറച്ച് ചെയ്തോളൂ, അതാണ് ഇങ്ങനെ ഒരു മാതിരി ഇരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇറയിലോട്ടാണ്. ഇറയിൽ നമ്മൾ കപ്പ മേടിക്കും. എന്നിട്ട് നമ്മൾ റോയൽ കേരള ഫുഡ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നമ്മൾ ടേസ്റ്റി നിബിൾസിൻ്റെ മീൻകറിയും കാര്യങ്ങളൊക്കെ മേടിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇൻസ്റ്റകാർട്ട് ചെയ്യും. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ നമ്മുടെ ടോഫി കുട്ടനെ നമ്മൾ പൊക്കിയിട്ടുണ്ട് നമ്മുടെ ഒപ്പം. അപ്പം നമുക്ക് എന്തായാലും ഇറയിലോട്ട് പോവാം. നമ്മൾ അങ്ങനെ ഫൈനലി ഇറ എത്തിയാച്ച്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കപ്പ എടുത്തിട്ട് വരാം. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും മേടിക്കില്ല, കപ്പ മാത്രമേ മേടിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കപ്പയ്ക്ക് ഇടാനുള്ള എല്ലാ ഐറ്റംസും വീട്ടിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഓടിപ്പോൾ എടുത്തിട്ട് വരാം. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ ഈയിടെയായിട്ട്. ലൈക്ക് കാർ പാർക്കിങ്ങിന് പോലും ലൈക്ക് പാർക്കിംഗ് സ്ലോട്ട്സ് ഒന്നും അവൈലബിൾ അല്ല, ഭയങ്കര തിരക്കാണ്. നമ്മളപ്പോൾ ഇറയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കൊരു കപ്പ മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മേടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മളപ്പോൾ കപ്പ മേടിച്ചു. നമ്മൾ 2 എണ്ണം മേടിച്ചുള്ളൂ. അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട, വളരെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ചമ്മന്തി, ദോശമാവ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ചമ്മന്തി എല്ലാം ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ ചോറിനൊപ്പാണെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ 2 മാങ്ങയും മേടിച്ചു. ഇനി നമുക്ക് റോയൽ കേരള ഫുഡിൽ പോവാം. അവിടെ പോയിട്ട് ടേസ്റ്റ് നിബിൾസിൻ്റെ മീൻകറി മേടിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നല്ല കിടക്കാച്ചി വെതറാട്ടോ. ലൈക്ക് സത്യം പറയാലോ, നല്ല വെതർ. ലൈക്ക് ഭയങ്കര വെയിലുമില്ല, മഴ രാവിലെ എന്തോ പെയ്തായിരുന്നു. ഇപ്പൊ വൈകുന്നേരം ആയിട്ടോ, വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു 6:30 എന്തോ ആയി. ഇപ്പൊ വെയിലൊന്നുമില്ല, ലൈക്ക് തീരെ തണുപ്പുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളി വെതറൊക്കെ നമുക്കിങ്ങനെ പുറത്തിറങ്ങി നടക്കാനായിട്ട് തോന്നും. ടോഫി ആണെങ്കിൽ ബാക്കിൽ പുറത്ത് കാറ്റ് ഒക്കെ കൊണ്ട് ചില്ലിങ് ആണ്. നമ്മളൊരു 6 മിനിറ്റ്സിനുള്ളിൽ എത്താം. നമുക്ക് അവിടെ നിന്നും പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റക്കാർട്ട് ഓടണം, അതുകൊണ്ടാണ് പെട്ടെന്ന്. പിന്നെ രാത്രി വീട്ടിൽ ചെന്നിട്ടൊരു വെറൈറ്റി പിടിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കപ്പയും മീൻകറി ആക്കിയത്. മീൻകറി ഞാൻ എന്തുണ്ടാക്കിയാലും കട്ടയ്ക്ക് ഫ്ലോപ്പാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്തിനാ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് പൈസ വാങ്ങിക്കാട്ടും വേണം $4 കൊടുത്ത് റെഡിമെയ്ഡ് പാക്ക് അങ്ങ് മേടിക്കുക, ഉണ്ടാക്കുക. നല്ല ടേസ്റ്റുള്ളതാണ്. ഞാൻ ടേസ്റ്റി നിബിൾസിൻ്റെ വലിയൊരു ഫാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിലും ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ ഭയങ്കര വലിയ ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. നിങ്ങളും ട്രൈ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫൈനലി റോയൽ കേരള ഫുഡ് അടുത്തെത്താറായി. ഇത് ഇവിടെ സ്കാർബറോ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും. ബട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മുടെ നാട്ടിലത്തെ കുറേ ഐറ്റംസ് നമുക്ക് കിട്ടും. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ്. എനിക്ക് ടേസ്റ്റി നിബിൾസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ നാട്ടിൽ നിന്നേ കഴിക്കുന്നൊരു സംഭവമായിരുന്നു. ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റ് ആണ് അതറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ.
നമ്മളപ്പോൾ റോയൽ കേരള ഫുഡിൽ പോയി. അവിടെ എത്തിയപ്പോഴത്തേക്കും വീഡിയോ അവർ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നെന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ഒന്നും എടുക്കാണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ എന്തായാലും പോയ കാര്യം നടന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനുണ്ടായില്ല. അതുകൊണ്ട് ജസ്റ്റ് സ്ട്രേറ്റ് പോയി ടേസ്റ്റിന് ഇപ്പോഴത്തെ മീൻകറി എടുത്തു. 2 ഫ്ലേവേഴ്സാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഒന്ന് ഷാപ്പിലെ കറിയും പിന്നെ ഒന്ന് സാധാരണ നോർമൽ മീൻകറിയും, ഇത് രണ്ടുമാണ് എടുത്തത്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും കുക്ക് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് അതും കാണിച്ചു തരും. ഇപ്പം എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇൻസ്റ്റകാർട്ട് ചെയ്യാൻ വേണ്ടി പോണേണ്. ഈവനിങ് ആയി, രാവിലെ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ലേറ്റായി. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ചെയ്തിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇൻസ്റ്റകാർട്ട് എല്ലാവർക്കും അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ എല്ലാ വീഡിയോസിലും വളരെ ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണത്. അതുകൊണ്ട് അത് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വിൻ്റർ ആയ ടൈമിൽ മോസ്റ്റ് ഓഫ് ദ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിൻ്റർ ആകുമ്പോഴത്തേക്കും വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇരുട്ടിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്കും രാത്രി 8 മണി വരെ, ഒരു 8-8:30 വരെ ഈ ഒരു വെളിച്ചം ഉണ്ടാകും. ഇപ്പൊ കറക്റ്റ് മറ്റേ അടിപൊളിയായിട്ടുള്ള സമ്മറൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും ആ ഒരു ടൈം എല്ലാം ചേഞ്ച് ചെയ്തു. പിന്നെ എന്താണ്, ഈ വൈകുന്നേരം 5 മണി ആകുമ്പോഴത്തേക്ക് ഇരുട്ടില്ല, അതൊക്കെ മാറി കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീലാണ് അത്, ഈ രാത്രി 8:30 വരെയൊക്കെ വിളിച്ചുള്ളത്. അതാകുമ്പോൾ നമ്മൾ രാത്രി ഫീൽ ചെയ്യാൻ നമുക്ക് ലൈക്ക് ഡേ ടൈം കൂടുതലായിരിക്കും, നൈറ്റ് ടൈം കുറവായിരിക്കും. വിന്ററിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നൈറ്റ് ടൈം ആയിരിക്കും കൂടുതൽ ഡേ ടൈമിനെ കാട്ടും. അപ്പോൾ ഗൈസ്, നമ്മൾ വാൾമാർട്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യണതാണ്. നമുക്കിതുവരെ ഇൻസ്റ്റകാർട്ടിൽ നിന്ന് ഓർഡർ ഒന്നും വന്നിട്ടില്ല. സാധാരണ നമ്മൾക്ക് ഇതുപോലെ ഓർഡർ വരാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും പ്ലാസയിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ കിട്ടും. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വാൾമാർട്ടിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന്. നമുക്കപ്പോൾ വാൾമാർട്ടിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി. അപ്പോൾ അത് ഒരു ഐറ്റം കൂടെ ഉള്ളൂ, അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വാൾമാർട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഒരു ഐറ്റം കൂടെ ഉള്ളൂ, പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് തീർക്കാം. അങ്ങനെ എല്ലാ കൊടുത്തു. പിന്നെ നമ്മൾ വേറെ കുറച്ച് ഓർഡേഴ്സ് എടുത്തു. നമുക്ക് അധികം ഓർഡേഴ്സ് ഒന്നും വരുന്നില്ല ഇൻസ്റ്റകാർട്ട്. നമ്മൾ ഊബറൊന്നും ഓടിയില്ല, ജസ്റ്റ് ഇൻസ്റ്റകാർട്ട് മാത്രമേ ഓടിയുള്ളൂ. അപ്പോൾ അധികം ഓർഡേഴ്സ് അങ്ങോട്ട് കിട്ടില്ല. നമുക്ക് കൂടെ ഒരു 3-4 ഓർഡേഴ്സ് എന്തോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതെടുത്ത് കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. നമുക്ക് നല്ല വിശക്കുന്നുണ്ട്. നമ്മളപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. നമ്മൾ ഇവിടെ എത്താറായി. നമുക്ക് 2 ഓർഡറും കിട്ടിയത് ഈ വാൾമാർട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ അടുത്ത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയ വേറെ കടയുണ്ട്, അവിടെ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ ഒരു പരിസരത്ത് തന്നെ നമ്മളുണ്ട്. നമ്മളങ്ങനെ ദൂര സ്ഥലത്തോട്ടൊന്നും പോകേണ്ടി വന്നില്ല. നമ്മൾ വീട് എത്താറായി ഓൾമോസ്റ്റ്. ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുക്ക് ചെയ്യണതാണ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോണേണ്. അപ്പോൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് വലിയ നേരമൊന്നുമില്ല, പക്ഷെ കപ്പ ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം ടൈം പിടിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്യാം. പിന്നെ കുറച്ച് ചോറും ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും കപ്പ നമുക്ക് വേവിക്കാൻ വെക്കാം. നമുക്കപ്പോൾ കപ്പ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം എടുക്കും. ബാക്കി എല്ലാ സ്റ്റെപ്പും കപ്പയൊന്ന് വെന്ത് കിട്ടിയാൽ ബാക്കി എല്ലാ സ്റ്റെപ്പും നിസ്സാരമാണ്, വളരെ കുറച്ച് നേരം എടുക്കുള്ളൂ. പക്ഷെ അത് വേവാനായിട്ടാണ് ടൈം. അപ്പോൾ നമുക്കത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പ ആയി കഴിഞ്ഞിട്ട് മീൻകറിയൊക്കെ ഉണ്ടാക്കിയാൽ മതി. കാരണം അതൊക്കെ സെക്കൻഡ്സിനുള്ളിലാകും, തീരെ ടൈം വേണ്ട. അതുകൊണ്ട് എല്ലാം കപ്പ കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും. അങ്ങനെ നമ്മുടെ മീൻകറിയുമായി കപ്പയുമായി ഫൈനലി എല്ലാമായി കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. ഞാൻ കപ്പയും മീൻകറിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കപ്പയും കുഴപ്പമൊന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ട്. മീൻകറി പിന്നെ ഡെഫിനറ്റ്ലി എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാം.
യെസ്, അപ്പം നമ്മുടെ കപ്പയും മീൻകറിയും ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഭയങ്കര ചൂട്. രണ്ടും ഇപ്പം കുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ചൂട് മീൻകറി പൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറി. കപ്പയും നല്ല കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയതാണോ വലിയ അടിപൊളിയൊന്നുമില്ല, ബട്ട് കഴിക്കാം. പക്ഷെ മീൻകറി നൈസാണ്. കഴിച്ചിട്ട് വരാം ഗൈസ്. ടോക്കിയും ഞാനും കൂടെയാണ് എൻ്റെ വീട് എൻ്റെ പറയുന്നത്. അപ്പൊ നമ്മള് കപ്പയും മീൻകറിയും ഒക്കെ കഴിച്ചു. അങ്ങനെ ആ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു. നമ്മള് ജസ്റ്റ് ചെറിയൊരു വ്ളോഗായിരുന്നു. കപ്പയും മീൻകറി ഉണ്ടാക്കാൻ എന്നുള്ളൊരു പ്ലാനിൽ ജസ്റ്റ് ഓരോ കടകളിൽ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അത് നമ്മൾ കുറച്ച് ഇൻസ്റ്റകാർട്ട് ചെയ്തു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതേപോലെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യൂ. അതാകുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.